നമസ്കാരം. ഇന്നത്തെ പത്രവാർത്തകളെ പരിചയപ്പെടാം. എല്ലാ പത്രങ്ങളിലും ഇന്ന് ഒരുപോലെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്ന വാർത്തയാണ്. ഒന്ന്, അർജുനെ കാണാതായി 5-ാം ദിവസവും പിന്നിടുന്നു എന്നുള്ളൊരു വാർത്തയും രണ്ടാമത്തേത് നിപ്പയുമായി ബന്ധപ്പെട്ട വാർത്തയും. ആദ്യം പരിശോധിക്കുന്നത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. 1-ാം പേജിൽ മുകളിലായി നൽകിയിട്ടുണ്ട്. നെഞ്ചു പൊട്ടി അർജുന്റെ കുടുംബം എന്നാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. കർണാടകത്തെ വിശ്വാസമില്ല എന്ന് കുറച്ചുകൂടി വലുതാക്കി ദേശാഭിമാനി പറയുന്നുണ്ട്. കർണാടകയിലെ രക്ഷാപ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശ്വാസമില്ല എന്നുള്ളൊരു കുടുംബത്തിന്റെ ഒരു വാക്കുകൾ ദേശാഭിമാനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 5-ാം ദിവസവും കാണാമറയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച വാർത്തയും ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമവും ഏറെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. പക്ഷെ മാധ്യമത്തിന് ഫ്രണ്ട് പേജിൽ ഏറ്റവും മുകളിലായിട്ട് മാധ്യമം വാർത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മാധ്യമം പക്ഷെ കുറച്ചുകൂടി പ്രാധാന്യം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാന വാർത്തയായി കാണുന്നത് മലപ്പുറത്തെ നിപ്പ എന്ന വാർത്തയാണ്. പാണ്ടിക്കാട് 14-കാരന് യോഗം എന്നുള്ളതും അതിജാഗ്രത 214 പേർ നിരീക്ഷണത്തിൽ എന്നുള്ള വാർത്തയാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ റഡാർ സിഗ്നലിൽ പ്രതീക്ഷ, നീക്കുന്തോറും മണ്ണിടിയുന്നത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളി, 5-ാം ദിനവും അർജുൻ കാണാമറയത്ത് എന്നാണ് മാധ്യമം അർജുനെ സംബന്ധിച്ച വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയും ഏറെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് നിപയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അർജുനെ സംബന്ധിച്ച വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റഡാർ സിഗ്നലുകളിൽ പ്രതീക്ഷ, അർജുന് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയെന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ 5-ാം ദിനവും അർജുൻ കാണാമറയത്ത് എന്നാണ് ജന്മഭൂമി നൽകിയിട്ടുള്ളത്. തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് തന്നെ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രം ഉൾക്കൊള്ളിക്കാനായിട്ട് ജന്മഭൂമി ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ആ രക്ഷാപ്രവർത്തനത്തെ കാണിക്കുന്ന ഒരു ചിത്രം കൂടി ജന്മഭൂമി നൽകിയിട്ടുണ്ട്. പ്രാധാന്യത്തോടു കൂടി തന്നെ ജന്മഭൂമി ഈ വാർത്ത നൽകിയിട്ടുണ്ട്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് എത്തുമ്പോൾ അർജുനെ കണ്ടെത്താൻ സൈന്യം എത്തുമെന്നുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്, പക്ഷേ അതൊരു ചെറിയ കോളം വാർത്തയായി ഒതുങ്ങിയിട്ടുണ്ട് എന്ന് കാണാം. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിക്ക് ഇന്ന് 2 ഫ്രണ്ട് പേജുകളാണുള്ളത്. അതുകൊണ്ട് അർജുനെ സംബന്ധിച്ച വാർത്ത 2-ാം ഫ്രണ്ട് പേജിലായിട്ട് കേരള കൗമുദി നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അർജുൻ 9 അടി താഴെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കൗമുദി ആ വാർത്ത നൽകിയിട്ടുള്ളത്. അടുത്തത് മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോഴും 1-ാം പേജിൽ ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആശ്വാസം എത്രയകലെ എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ അർജുനെ സംബന്ധിച്ച വാർത്ത നൽകിയിട്ടുണ്ട്. ലൊക്കേഷനിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു കോളത്തിൽ ലൊക്കേഷനെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ നൽകാനായിട്ട് മനോരമ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ 2-ാമത് പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത അത് വീണ്ടും നിപ്പ എന്ന വാർത്തയാണ്. 14 വയസ്സുകാരൻ ചികിത്സയിൽ എന്ന വാർത്ത മനോരമ ഏറെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. മറ്റ് ഒരു പ്രധാന വാർത്ത മനോരമ നൽകിയിട്ടുള്ളത് ഫാദർ ഡോക്ടർ TJ ജോഷ അന്തരിച്ചു എന്ന വാർത്തയാണ്. മറ്റൊന്ന്, ഫ്ളാറ്റിൽ തീപിടുത്തം, കുവൈത്തിൽ 4-അംഗ മലയാളി കുടുംബം മരിച്ചു എന്ന വാർത്തയും മനോരമ 1-ാം പേജിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം സൂചിപ്പിച്ച പോലെ മനോരമയ്ക്ക് 2 പേജുകളാണുള്ളത്. മനോരമയുടെ ആദ്യത്തെ പേജിൽ ഇടം പിടിച്ചിട്ടുള്ള കൗതുകകരമായ മറ്റൊരു വാർത്ത, മാലിന്യ സംസ്കരണം വീടുകൾക്കും റേറ്റിംഗ് വരുന്നു, വീടായാൽ റാങ്ക് വേണമെന്നുള്ളൊരു വാർത്തയാണ് മനോരമ നൽകിയിട്ടുള്ളത്. മനോരമയുടെ ഫ്രണ്ട് പേജിൽ മറ്റൊരു വാർത്ത കൂടി ഇടം പിടിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിന്റെ ചിത്രമാണ്, ഗാസയിലെ വ്യോമാക്രമണത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ഒരു കുഞ്ഞിന്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ജീവൻ ഒരു തരി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് മനോരമയുടെ ഇന്നത്തെ ദിനചിത്രമായി മനോരമ കാണുന്നത്. ഇതേ ചിത്രം തന്നെ മാതൃഭൂമിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മാതൃഭൂമിയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് അമ്മ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. കൊല്ലപ്പെട്ട ഗർഭിണിയുടെ വയറ്റിൽ നിന്നും ജീവനോടെ പുറത്തെടുത്ത ആൺകുഞ്ഞ് മലൈക് യാസിൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു കുറിപ്പ് കൂടി മാതൃഭൂമിയും നൽകിയിട്ടുണ്ട് കുഞ്ഞിനെ സംബന്ധിച്ച്. ഇനി മാതൃഭൂമിയിലെ മറ്റു പ്രധാന വാർത്ത നോക്കുകയാണെങ്കിൽ ജമ്മുവിൽ ഭീകരവിരുദ്ധ നടപടി കരുത്തു കൂട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയിലെ മറ്റൊരു പ്രധാന വാർത്ത വന്നിട്ടുള്ളത്. വീണ്ടും നിപ്പ അതിജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് നിപ്പയെ സംബന്ധിച്ച വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഇനി ജന്മഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ജന്മഭൂമി പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ള മറ്റു വാർത്തകൾ എന്ന് പറയുന്നത് നിപ്പയെ സംബന്ധിച്ച വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ജന്മഭൂമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേരളം പ്രത്യേക രാജ്യമോ വിദേശകാര്യ സെക്രട്ടറി നിയമനം ഭരണഘടനാ ലംഘനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ജന്മഭൂമി ഏറെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. ഇനി ദീപികയിലേക്ക് വരികയാണെങ്കിൽ ദീപിക അതീവ പ്രാധാന്യം തന്നെ നിപ്പയ്ക്ക് നൽകിയിട്ടുണ്ട്. ഭീതി വിതച്ച് വീണ്ടും നിപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപിക വാർത്ത നൽകിയിട്ടുള്ളത്. കോഴിക്കോട് ചികിത്സയിലുള്ള 14-കാരനെ
നിപ്പ സ്ഥിരീകരിച്ചു എന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത നീറ്റ് രാജ്കോട്ടിൽ യോഗ്യത നേടിയവർ 85% എന്ന വാർത്തയാണ്. മറ്റൊന്ന് വാസുകിയുടെ നിയമനം റദ്ദാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദീപിക ഇമ്പാക്ട് സ്റ്റോറി കൂടി ദീപിക നൽകിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് പ്രതീക്ഷിച്ച് കേരളം എന്ന് പറയുന്ന കേരളത്തിന്റെ വലിയൊരു പ്രതീക്ഷ, അടുത്തൊരു കേന്ദ്ര ബജറ്റിൽ കേരളം വയ്ക്കുന്ന വലിയൊരു പ്രതീക്ഷ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും ദീപിക 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമം ഏറെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത് മലപ്പുറത്ത് നിപ്പ എന്ന വാർത്ത തന്നെയാണ്. പാണ്ടിക്കാട് 14-കാരന് രോഗം, അതിജാഗ്രത, 214 പേർ നിരീക്ഷണത്തിൽ എന്ന വാർത്തയാണ്. ഇനി ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വീണ്ടും നിപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി നിപ്പയെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ IT സ്തംഭനം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മൈക്രോസോഫ്റ്റിന്റെ ആ ഒരു സ്തംഭനത്തെക്കുറിച്ചുള്ള വാർത്തയെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നു, ആശുപത്രികളിൽ ശസ്ത്രക്രിയ മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്തെല്ലാം ഒരു ലോകം തന്നെ സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു യഥാർത്ഥത്തിൽ ആ മൈക്രോസോഫ്റ്റിന്റെ സ്തംഭനമുണ്ടായത്. ആ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത കൂടി ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ കുട്ടികളെ ഫയർഫോഴ്സ് രക്ഷിക്കുന്ന വാർത്തയാണ്. വാർത്ത ഉൾപേജിൽ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു ചിത്രം, മനോഹരമായ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ കാണിച്ചിരിക്കുന്നത്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദിക്ക് 2 ഫ്രണ്ട് പേജുകളാണുള്ളത്. അതിൽ ഒന്നിൽ ഏറെ പ്രാധാന്യത്തോടു കൂടി കേരള കൗമുദി നൽകിയിട്ടുള്ള വാർത്ത വിൻഡോസ് തുറന്നില്ല എന്ന വാർത്തയാണ്. ഷട്ട് ഡൗൺ ആകാതെ ചൈന, വിമാനം മുടക്കം ഇന്നലെയും എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തയ്ക്ക് ഏറെ പ്രാധാന്യം കേരള കൗമുദി നൽകിയിട്ടുണ്ട്. 2-ാമത്തെ ഫ്രണ്ട് പേജ് പരിശോധിക്കുകയാണെങ്കിൽ കേരള സ്മാർട്ട് മീറ്റർ വരുന്നത് അധിക ബിൽ തുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഏറെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത്. നിപ്പയെ സംബന്ധിച്ച വാർത്തയും അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെ കൗമുദി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാഗ്രതയോടെ നേരിടാൻ വീണ്ടും നിപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് രസകരമായി തന്നെ ആ ഒരു വാർത്തയെ, ആ തലക്കെട്ടിനെ ആകർഷകമാക്കാനായിട്ട് കൗമുദി ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ആലപ്പുഴക്കാരനായ 4-അംഗ കുടുംബം കുവൈത്തിൽ അഗ്നിക്കിരയായി എന്ന വാർത്തയാണ്. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് നീറ്റ് UG മാർക്ക് പ്രസിദ്ധീകരിച്ചു എന്ന വാർത്ത കൂടിയാണ് കൗമുദി ഏറെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. ഇത്രയുമാണ് പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ വരുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ പത്രങ്ങളിലും ആകർഷകമായ കൗതുകകരമായ വിവരങ്ങൾ, വാർത്തകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സപ്ലിമെന്റുകൾ കൂടി ഇന്നുണ്ട്.